ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കാം. സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ, ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. യോബ് പറയുകയാണ്, സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ, ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു എന്ന്. അതികഠിനമായ ശോധനയിൽ കൂടെ യോബ് കടന്നു പോകുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ കൈവിട്ടപ്പോൾ യോബ് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. യോബിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, യോബിൻ്റെ പുസ്തകം ഏതാണ്ട് ആദ്യത്തെ പുസ്തകമാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ച ഒരാളാണ് യോബ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. യോബിൻ്റെ ഈ പുസ്തകത്തിൽ യോബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പലതരത്തിൽ കൊടുത്തിട്ടുണ്ട്. ചില കമൻട്രിയിൽ കിടക്കുന്നത് സോറോഫുൾ എന്നാണ്, ചിലയിടത്ത് കിടക്കുന്നത് അഫ്ലിക്റ്റഡ് എന്നാണ്, എന്നാൽ ചിലയിടത്ത് എനിമി എന്ന അർത്ഥം വരുന്ന ഹീബ്രു വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയ്യോബിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അതികഠിനമായ ശോധനയിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിനെ പറ്റി യഹോവയായ ദൈവം തന്നെ നല്ല സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. 1-ാം അധ്യായത്തിൻ്റെ 1-ലും 1-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും പറയുന്നത് ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ദോഷം അകന്നവനായിരുന്നു, ദൈവഭക്തനായിരുന്നു ഇയ്യോബ്. ഇങ്ങനെയുള്ളൊരു ഇയ്യോബിനെയാണ് അഗ്നിശോധനയിൽ കൂടെ ദൈവം കടത്തിക്കൊണ്ടുപോയത്. ഇയ്യോബ് ബ്ലെയിംലെസ് ആണെന്ന് ഇവിടെ യഹോവയായ ദൈവം ഇയ്യോബിനെ പറ്റി സാക്ഷ്യം പറയുമ്പോൾ, ഇയ്യോബിൽ പാപമൊന്നുമില്ല, അല്ലെങ്കിൽ പാപം ചെയ്ത വ്യക്തി ആയിരുന്നില്ല എന്നല്ല അവിടെ പറയും. ഇയ്യോബ് പാപം ചെയ്തിരുന്നില്ല എന്നല്ല അവിടെ പറയുന്നത്. ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഇങ്ങനെ ഇയ്യോബ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു, എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല എന്ന്. അപ്പോൾ അതുതന്നെയല്ല ദൈവവചനം പറയുന്നുണ്ട്, നാം പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം അസത്യമാണ് സംസാരിക്കുന്നത്, സത്യം നമ്മിൽ ഇല്ല, നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഇയ്യോബ് നിഷ്കളങ്കൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായി മറ്റുള്ളവരുടെ മുമ്പിൽ ഇയ്യോബ് നല്ലൊരു മനുഷ്യനായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇയ്യോബ് പാപം ചെയ്യുന്നു. മനുഷ്യൻ ജഡമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ പാപം ചെയ്തു പോകും. അപ്പോൾ ഇയ്യോബിനെ പറ്റി നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകന്നനും നേരുള്ളവനും എന്നൊക്കെ പറഞ്ഞിട്ടും, യഹോവയായ ദൈവം പറഞ്ഞിട്ടും ഇയ്യോബ് കഠിനമായ ശോധനയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വളരെ ആഴമേറിയ ആത്മീക സത്യങ്ങളൊന്നും ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ആഴമേറിയ സത്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ വിവിധമായ വേദനകളിൽ കൂടി കഷ്ടങ്ങളിൽ കൂടി കടത്തിക്കൊണ്ട് പോകുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്നും, ആ കഷ്ടങ്ങളിൽ നാം എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കണമെന്നും, അത് എങ്ങനെയാണ് ആ സമയത്ത് ദൈവം നമ്മൾ പ്രസാദിക്കുന്നതെന്നുള്ള സത്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുതന്നെയല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് ഈ കാലയളവുകളിൽ ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും. ഇങ്ങനെയുള്ള വിവിധമായ ശോധനകൾ അന്ത്യകാലത്ത് ദൈവജനങ്ങൾക്ക് വരുമെന്നുള്ളൊരു സത്യം ഈ പുസ്തകത്തിൽ കൂടി ദൈവം നമുക്ക് ഈ പുസ്തകത്തിൽ കൂടി, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 4-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ.
1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഈ പുസ്തകം അവസാന നാളുകളിൽ ദൈവജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ, അപ്പോൾ ദൈവത്തിൻ്റെ ഡീലിങ്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുവാൻ ഈ പുസ്തകം, ഈ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇയ്യോബ് തെറ്റൊന്നും ചെയ്തിട്ടല്ല ഇയ്യോബിന് കഷ്ടങ്ങളൊക്കെ വന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഒരു ന്യായവിധി അയക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആദ്യം അവിടെ അത് അഫക്റ്റ് ചെയ്യുന്നത് ദൈവമക്കളെയാണ്. കാരണം എന്തെന്നാണ് അറിയാമോ? അവർ ദൈവത്തിലുള്ള ആശ്രയം എങ്ങനെയെന്ന് കാണേണ്ടതിന്, ദൈവത്തിനത് അറിയേണ്ടതിന്, ദൈവത്തിനറിയാം, എന്നാൽ അവരും അത് മനസ്സിലാക്കേണ്ടതിന് യിരെമ്യാപ്രവചനം 25-ാം അധ്യായത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകം 19-ാം അധ്യായം, മലാഖി പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ആദ്യം ദൈവജനങ്ങളുടെ മേലാണ് ന്യായവിധി വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിച്ചത് ന്യായവിധി ദൈവഭവനത്തിൽ തുടങ്ങിയാൽ എന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ, ഈ അവസാന നാളുകളിലേക്ക് നോക്കുമ്പോൾ, ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവഭവനങ്ങളിൽ ദൈവത്തെ അറിയുന്നവരുടെ ജീവിതത്തിലും ന്യായവിധികൾ വരുന്നുണ്ട്. എന്തിനു വേണ്ടി? അവർ തെറ്റൊന്നും, ഒരുപക്ഷെ അവർ യാതൊരു തെറ്റുകളും ചെയ്തിട്ടല്ലായിരിക്കും, അവർ അന്യായമായി കഷ്ടം സഹിക്കുന്നവരായിരിക്കും. അതാണ് ഇവിടെ പറയുന്നുണ്ട്. അത് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവരെന്ന്. അവരൊരു തെറ്റും ചെയ്തിട്ടല്ല. ഒരുപക്ഷെ ഇയ്യോബിനെ പോലെയുള്ള കഷ്ടങ്ങളായിരിക്കും വരുന്നത്. അങ്ങനെ വരുമെന്ന് ദൈവവചനം നമ്മളെ റെവലേഷനിലും ഈ ഭാഗത്തുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ സമയങ്ങളിൽ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയുണ്ട് എന്ന് തെളിയിക്കുവാനും, അവർ കർത്താവിൻ്റെ വരവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിന് ഒരു ശുദ്ധീകരണത്തിൽ കൂടി അവരെ കൊണ്ടുപോകുവാനും വേണ്ടി അങ്ങനെയുള്ള ശോധനകളിൽ കൂടി ഈ അവസാന നാളുകളിൽ ദൈവമക്കളെ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെ നമ്മൾ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോബിൻ്റെ ജീവിതത്തിൽ പിശാച് സാത്താൻ യഹോവയായ ദൈവത്തോട് പറയുന്നുണ്ട്. അത് യോബിൻ്റെ പുസ്തകം അത് 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ സാത്താൻ യഹോവയായ ദൈവത്തോടെ പറയുന്നു, യോബ് എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? അവിടെ പറയുന്നത്, യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീടിനും അവനോടുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗത്തെ സമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയൂ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? സാത്താൻ്റെ നോട്ടത്തിൽ യഹോവയായ ദൈവം അവനെ ഒത്തിരി അനുഗ്രഹിച്ചു, അവൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്, അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവന് ഭക്തനായിരിക്കുന്നത് എന്ന് യഹോവയായ ദൈവത്തോടെ സാത്താൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ യഹോവയായ ദൈവം അത് കേൾക്കുന്നു. യഹോവയായ ദൈവം അവന് കഷ്ടത അവനെ അനുവദിക്കുന്നു, അവനെ തൊടുവാൻ, യോബിനെ തൊടുവാൻ പിശാചിനെ അനുവദിക്കുന്നു. അത് പ്രാണനൊഴിച്ച ബാക്കി എല്ലാത്തിനെയും പ്രാണനെ മാത്രം തുടരുതെന്ന് പറഞ്ഞുകൊണ്ട് യോബിനെ അവിടെ യഹോവയായ ദൈവം അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ യോബിന് എന്ത് സംഭവിച്ചു? യോബിൻ്റെ മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, യോബിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, തൻ്റെ ഹെൽത്ത്, തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും, തൻ്റെ ഫാമിലി നഷ്ടപ്പെട്ടു. എല്ലാവിധമായ ശോധനകളിൽ കൂടിയും യോബിനെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ അവൻ 19-ാം അധ്യായത്തിലൊക്കെ കാണുവാൻ കഴിയും ആ ശോധനയുടെ കാര്യം. യോബ് അവിടെ പറയുന്നുണ്ട്, ഭാര്യയുടെ പരിഹാസപാത്രമായി തീർന്നു, ബന്ധുജനങ്ങളെ സ്നേഹിതരെ എല്ലാം അകന്നുമാറി, അവൻ്റെ ശ്വാസം ഭാര്യയ്ക്ക് അറപ്പായി തോന്നി, അവൻ്റെ സംസാരം അവൻ്റെ ഭാര്യയ്ക്ക് വെറുപ്പായി തോന്നി. എന്നിട്ട് യോബ് അവിടെ ചോദിക്കുന്നുണ്ട്, യോബ് 13-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ യഹോവയായ ദൈവത്തോട് യോബ് ചോദിക്കുന്നുണ്ട്, യഹോവയുടെ മുഖം എന്നിൽ നിന്ന് മറച്ച് എന്നെ
ശത്രുവായി കാണുന്നത് എന്തേ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കഷ്ടങ്ങളിൽ കൂടി യോബിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. യോബിനോട് സഹതപിക്കുവാനും ആശ്വാസം പറയുവാനുമായി 3 സ്നേഹിതന്മാർ അവിടെ വന്നു. എന്നാൽ അവർ യോബിന് കൗൺസിൽ ചെയ്തിട്ട് യോബിൻ്റെ പാപപ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ യോബിനെ കുറ്റപ്പെടുത്തി. അവരെപ്പറ്റി യോബിനൊരു ആശ്വാസം അവരിൽ നിന്ന് ലഭിച്ചില്ല. യോബ് അവരെപ്പറ്റി പറയുന്നത് നിങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ് എന്ന് പറയുന്നുണ്ട്. അവരെപ്പറ്റി മിസറബിൾ കംഫോർട്ടേഴ്സ് എന്ന് പറയുന്നു. പിന്നെ നിങ്ങളൊക്കെ പൊട്ട വൈദ്യന്മാരാണെന്ന് പറയുന്നു. പിന്നെ അവിടെ പറയുന്നത് യോബ് അവരെപ്പറ്റി പറയുന്നത് നിങ്ങൾ എംറ്റി ടോക്കേഴ്സ്, വൃഥ ആശ്വസിപ്പിക്കുന്നവരാണെന്ന് പറയുന്നു. അവർ കുറ്റം ചുമത്തിയിട്ട് പോയി. അവർ ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും യോബിനോട് പറഞ്ഞു. അവർ സ്ക്രിപ്ചറലായിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് അവർ പറഞ്ഞതെങ്കിലും ആ സമയത്ത് യോബിന് അതൊന്നും ആശ്വാസകരമായി തീർന്നില്ല. ആ സാഹചര്യത്തിന് ചേർന്ന് ആശ്വാസമല്ല ആ കൂട്ടുകാർ യോബിന് കൊടുത്തത്. എന്നാൽ യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തെപ്പറ്റി പല കാര്യങ്ങൾ അവർ പറഞ്ഞെങ്കിൽ യോബ് ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യനായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ യോബ് ദൈവം തന്നെയാണ് ഈ കഷ്ടങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ദൈവം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് സാത്താനോട്, നീ എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ കണ്ണു വെച്ചുവോ എന്ന് ദൃഷ്ടി വെച്ചുവോ എന്ന് യഹോവയായ ദൈവം യോബിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യോബിനെ ഒരു പ്രയാസത്തിൽ കൂടി കടത്തിക്കൊണ്ട് പോയത് യഹോവയായ ദൈവം തന്നെയാണ് അത് തുടക്കമിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ സമയത്ത് യോബിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, ഇത് ദൈവത്തിൻ്റെ കരമാണോ അതോ ഇത് സാത്താൻ്റെ കരമാണോ, ഇത് എൻ്റെ കൂട്ടുകാരുടെ കരമാണോ, എന്താണ് എന്നെ ഇങ്ങനെ വേദനപ്പെടുത്തുന്നത്, എനിക്ക് എന്താണ് ഈ പ്രശ്നങ്ങൾ വരുവാൻ കാരണം എന്നൊന്നും യോബിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. യോബ് ദൈവത്തിൻ്റെയും സാത്താൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. സാത്താനും ദൈവവുമായിട്ടുള്ള വാദത്തിങ്കിൽ യോബ് അവിടെ ഒരു സ്കേപ്പ് ഗോട്ടാകുകയാണ് ചെയ്തത്. അവിടെ ദൈവത്തെ തള്ളി പറയുമെന്ന് യോബിനെ പറ്റി അവിടെ സാത്താൻ പറയുമ്പോൾ ദൈവത്തിനറിയാം അവൻ തള്ളി പറയുകയില്ല എന്ന്. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി യഹോവയായ യോബിനെ സാത്താൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്തൂടെ കടന്നു പോകുമ്പോൾ അഗ്നിശോധനയിൽ യോബ് അവിടെ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്തത്. യോബ് പല പരാതികളും പറഞ്ഞു. ഒരു സാധാരണ മനുഷ്യനാണ് യോബ് പല പരാതികളും പറയുന്നുണ്ട്. അവിടെ പറഞ്ഞു, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, നീ ഒരു ശത്രുവിനോട് എന്ന പോലെ എന്നോട് എന്താണ് പെരുമാറുന്നത്, നീ എന്നെ ശിക്ഷിക്കുകയാണോ ദൈവമേ, ഞാൻ നോക്കുമ്പോൾ ദുഷ്ടന്മാരൊക്കെ തഴച്ചു വളരുന്നുണ്ടല്ലോ ദൈവമേ എന്നുള്ള പരാതികളൊക്കെ അവിടെ യഹോവയായ ദൈവത്തോട് യോബ് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാന സമയമാകുമ്പോൾ യോബിനൊരു കാര്യം മനസ്സിലായി. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ യഹോവയെ പറ്റി പല കാര്യങ്ങളും ഈ അഗ്നിശോധനയിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ അവസാനം വന്നപ്പോൾ ദൈവത്തെപ്പറ്റി പല കാര്യങ്ങളും യോബിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 42-ാം അധ്യായത്തിൽ 2 മുതൽ അവിടെ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്നവൻ ആർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുതെ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. യോബ് തന്നെ നീതീകരിക്കുന്ന സംസാരങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. താൻ എങ്ങനെയായിരുന്നു, താൻ മറ്റുള്ളവർക്കൊരു ആശ്വാസമായിരുന്നു എന്ന് തന്നെ നീതീകരിച്ച് സംസാരിച്ചു. എന്നാൽ ദൈവത്തെപ്പറ്റി ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യോബിന് മനസ്സിലായും, ദൈവത്തിൻ്റെ സോവറിൻ്റിയെ പറ്റി യോബിന് മനസ്സിലായും. ദൈവത്താൽ സകലതും കഴിയുമെന്നും ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുള്ളത് യോബിനവിടെ മനസ്സിലായി.
യോബ് പറയുന്നു, ഞാൻ നിന്നെപ്പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഈ ശോധനയിൽ കൂടി ഞാൻ കടന്നു പോയപ്പോഴാണ് നിന്നെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് അറിയുന്നതെന്ന് യോബിന് അവിടെ മനസ്സിലായി. യോബിന് തൻ്റെ കുറവുകളെ അവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അടുത്തതായിട്ട് യോബിന് അവസാനമായപ്പോഴത്തേക്കും നമുക്ക് കാണുവാൻ കഴിയുമല്ലോ, യോബിന് ദൈവം എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. എല്ലാം നഷ്ടപ്പെട്ടതിന് എല്ലാം ഇരട്ടിയായിട്ട് യഹോവയായ ദൈവം യോബിന് കൊടുത്തു. ഈ കഷ്ടതയുടെ വേളകളിൽ യോബ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് യോബ് ചെയ്തത്. യോബ് ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് അവസാന ഭാഗത്തിലേക്ക് കാണുവാൻ കഴിയും. യോബ് തൻ്റെ ജീവിതത്തെ അവിടെ തെളിയിച്ചു. സാത്താൻ തൻ്റെ അനുഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് താൻ ദൈവഭക്തനായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അപ്പോഴും യോബ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് യോബ് തന്നെ തൻ്റെ ജീവിതത്തിൽ ആ സന്ദർഭത്തിൽ യോബ് അവിടെ തെളിയിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യോബിൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതയുടെ അവസാന കാര്യം ആയപ്പോഴത്തേക്ക് അവിടെ സംഭവിച്ചു. യോബ് നിഷ്കളങ്കനായിരുന്നു, എന്നിട്ടാണ് ഈ ശോധനയിൽ കൂടി കടന്നു വന്നത്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കർത്താവും. പാപം ചെയ്യാത്ത വ്യക്തിയായിരുന്നു, എന്നാലും യേശുവിനെ തകർക്കുക എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയും അവനെ കഷ്ടത വരുത്തിയെന്ന്. യോബിനും അങ്ങനെയായിരുന്നു. പഴയ നിയമ പുസ്തകത്തിൽ അന്യായമായി കഷ്ടം സഹിച്ചതായിരുന്നു യോബ്. പുതിയ നിയമ പുസ്തകത്തിൽ അന്യമായി കഷ്ടം സഹിച്ചത് നമ്മുടെ കർത്താവായിരുന്നു. യോബിനെ ഈ കഷ്ടത്തിലേക്ക് വിട്ടുകൊടുത്തത് യഹോവയായ ദൈവമായിരുന്നു. പുതിയ നിയമം നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ തകർക്കുവാനും യഹോവയ്ക്ക് പ്രസാദം തോന്നിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇവർ രണ്ടുപേരും ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിച്ചവരാണ്. ദൈവ ഇഷ്ടപ്രകാരം നാം കഷ്ടം സഹിക്കുമ്പോഴും ദൈവത്തിൻ്റെ നീതിയിൽ അതിനവസാനം ദൈവം നമുക്ക് നന്മ വരുത്തും. ഇവിടെ ദൈവ ഇഷ്ടപ്രകാരം 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ മുമ്പേ വായിച്ച ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുക എന്നുള്ളത്. അന്ത്യനാളിലെ ന്യായവിധി ദൈവഭവനത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ അന്യായമായി നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നാം ദൈവത്തെ സേവിച്ച് നടക്കുമ്പോൾ, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് നടക്കുമ്പോൾ, നമുക്ക് കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ നാം അന്യായമായി കഷ്ടത സഹിക്കുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുക എന്ന്. അപ്പോൾ നാം വിവിധമായി നാം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏൽക്കേണ്ടി വരുമ്പോൾ, അങ്ങനെയുള്ള ശോധനകളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം ഓർക്കണം, നാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് നാം കൂട്ടാളിയായി തീരുകയാണെന്നുള്ളത് നാം ഓർക്കണം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ യോബിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ യോബിനെ പറ്റി പറയുന്നു, യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് കരുണയും മനസ്സലിവുള്ളവനോ അല്ലോ എന്ന്. യോബിനെല്ലാം ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു. പഴയ മുൻകാലത്തേക്കാൾ ഉപരിയായി യോബിനെ ദൈവം അനുഗ്രഹിച്ചു. യോബിന് ദൈവം എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. തൻ്റെ മുൻകാലത്തെക്കാട്ടിൽ പിൻകാലത്തെ യഹോവ കൂടുതലായി യോബിനെ അനുഗ്രഹിച്ചു. ദൈവം കരുണയും മനസ്സലിവുള്ളവനാണെന്ന് യോബിന് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നാം ഓർക്കണം, ഇതൊക്കെ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് നോക്കുവാനും നമ്മളെ കൂടുതൽ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ നാം അനിന്ദരായി കാണപ്പെടുവാൻ, നിഷ്കളങ്കതയുള്ളവരായി കാണപ്പെടുവാൻ വേണ്ടിയാണ് നമ്മളെ ഒരു ശുദ്ധീകരണത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ശോധനയെ യോബ് തരണം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഈ കഷ്ടങ്ങളും ശോധനകളും എല്ലാം ഉണ്ടായപ്പോൾ നമുക്ക് ആദ്യമായി കാണുവാൻ കഴിയും 1-ാം അധ്യായത്തിൻ്റെ 10-ഉം 11-ഉം വാക്യത്തിൽ യോബ് പറയുന്നുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് യഹോവയെ നമസ്കരിച്ചതായിട്ട് അവിടെ കാണുന്നു. യഹോവയെ ആരാധിച്ചു. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയെ ആരാധിച്ചു. യഹോവയെ ദൈവത്തെ വർഷിപ്പ് ചെയ്തു.
ദൈവത്തിൻ്റെ നാമത്തെ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദൈവം നടത്തിയ വഴികൾ. കർത്താവേ, നീ ചെയ്തതെല്ലാം ശരിയാണ് ദൈവമേ, നീ ശരിയായിട്ടുള്ളത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ അവിടെ സ്തുതിക്കുന്നതായി, സ്തോത്രം ചെയ്യുന്നതായി, അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഇയ്യോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇയ്യോബിന് മുമ്പായിട്ട് ഇങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളൊന്നും അനുഭവിച്ചവരാരുമില്ലായിരുന്നു. ഇയ്യോബിന് ആരെയും എക്സാമ്പിളായിട്ട് എടുക്കുവാനില്ലായിരുന്നു. ഇയ്യോബിന് ഒരു ദൈവവചനവും കേട്ട് വായിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ് ആശ്വസിക്കുവാൻ ഇയ്യോബിന് ഒന്നുമില്ലായിരുന്നു. ഇയ്യോബ് ആയിരുന്നു ആദ്യമായി ശോധനയിൽ കൂടി കടന്നുപോയ മനുഷ്യൻ. ഇയ്യോബ് നമ്മുടെ മുമ്പിൽ ഒരാശ്വാസദായകനായിട്ട് നിൽക്കുന്നുണ്ട്. അവനെ യഹോവയെ ആരാധിച്ചു. അപ്പോൾ ദൈവം നോക്കി ഇങ്ങനെ ആരാധകരെയാണ്, സത്യനമസ്കാരികളെ ഇന്നും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. സത്യനമസ്കാരികൾ ഏത് സമയത്ത്, സൺഡേ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. എല്ലാ വേളകളിലും ശോധനകളിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് യോബ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. യോബ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, എനിക്ക് ഇങ്ങനെ വരുവാൻ കാരണം എന്താണ്? നമ്മളും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്, ഒരിക്കലും അത് തെറ്റല്ല. യോബ് ചോദിക്കുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവമേ, എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്താണ്? പിന്നെ 10:2 ചോദിക്കുന്നുണ്ട് യോബ്. അവിടെ യോബ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കർത്താവ്, നീ എന്നോട് എന്താണ് ഇങ്ങനെ സമ്പാദിക്കാൻ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവും ചോദിച്ചുണ്ട്, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്തെന്ന് നമ്മുടെ കർത്താവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നതെന്ന് നമ്മൾ ചോദിച്ചു പോകും. അതൊരിക്കലും തെറ്റല്ല. ദൈവസന്നിധിയിൽ ചോദിക്കുവാനാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 73-ാം സങ്കീർത്തനത്തിൽ ആസാവ് പറയുന്നുണ്ട്, ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി അവൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെന്നു എന്ന്. അപ്പോൾ നമ്മുടെ ശോധനാവേളകളിൽ നമ്മൾ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല. നമ്മൾ അങ്ങനെ ചോദിക്കുന്നതിന് ദൈവത്തിന് യാതൊരു വെറുപ്പും തോന്നുകയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലുള്ള വികാരങ്ങൾ എന്തായിരിക്കും? നമുക്ക് ഭയം തോന്നും, നമുക്ക് നിരാശ തോന്നും, നമുക്ക് ദേഷ്യം വരും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. കാരണം ഇങ്ങനെയുള്ള നമ്മളാരും പെർഫെക്റ്റ് അല്ല. ഇയ്യോബ് ഒട്ടും പെർഫെക്റ്റ് അല്ലായിരുന്നു. ഇയ്യോബിൻ്റെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലും യോബിൻ്റെ ശോധനാവേളകളിൽ യോബിൻ്റെ ജീവിതത്തിൽ ഉയർന്നു വന്നു. ഈ ഇംപെർഫെക്ഷൻ, ഇങ്ങനെയുള്ള കാര്യം, നമ്മുടെ ഈ വീക്ക്നെസ് ഇത് തെളിഞ്ഞു വന്നേ ഇതിനകത്തു നിന്നൊരു ശുദ്ധീകരണമൊക്കെ പ്രാപിക്കുവാനാണ്. ഇതിനെയൊക്കെ ഡീൽ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഇതൊക്കെ നമ്മുടെ കർത്താവിന് മനസ്സിലാകും. ഇതൊക്കെ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ അതിനകത്തുനിന്നെല്ലാം അത് കേട്ട് നമുക്ക് ഒരു ശുദ്ധീകരണം തരുവാൻ ദൈവം ഈ സന്ദർഭങ്ങളിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കോപവും നിരാശയും വേദനയെല്ലാം നമുക്ക് തോന്നും. യോബിനും അതെല്ലാം തോന്നിയായിരുന്നു. എന്നാൽ എല്ലാത്തിൻ്റെ അവസാനം യഹോവയായ യോബിനെ പറ്റി പറഞ്ഞത് അവൻ യോബ് നീതിമാൻ എന്നാണ് യഹോവയായ ദൈവം യോബിനെ പറ്റി പറഞ്ഞത്. ഈ കഷ്ടയുടെ സന്ദർഭങ്ങൾ യോബിന് ദൈവത്തിൻ്റെ പ്രസൻസിനെ യോബിന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അത് യോബ് തന്നെ പറയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ യോബ് പറയുന്നുണ്ട്, ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവന് അവിടെയില്ല, ഞാൻ പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുകയില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. യോബ് പറയുക, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സത്യമാണ്, എന്നുള്ള കാര്യമാണ് യോബ് ഇവിടെ പറയുന്നു. നമ്മളും അങ്ങനെയൊക്കെയാണ്. ദൈവമേ, നീ അറിയുന്നില്ല, ദൈവമേ നീ എൻ്റെ കൂടെ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് തോന്നിപ്പോകും. നമ്മളും അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അമ്മലെന്ന ദൈവം എന്നെ കൈവിട്ടു എന്നൊക്കെ പറയുന്നതാണ്. എന്നാൽ ഒരിക്കലും ദൈവം നമ്മളെ അങ്ങനെ കൈവിടുകയില്ല. യോബ് തന്നെ ഇവിടെ അവസാനം പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്ന്. ഞാൻ കാണുന്നില്ല, എന്നാൽ അവൻ എന്നെ കാണുന്നു. ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞ്, ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ ശോധനയുടെ നടുവിൽ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ എക്സാമൊക്കെ എഴുതുമ്പോൾ നമ്മുടെ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർ കാണും.
മിണ്ടാതെയായിരിക്കും നിൽക്കും. നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോൾ വന്ന് നിൽക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കും, അവിടെ ഉണ്ട്, പക്ഷെ നമ്മളോട് സംസാരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് കർത്താവ് ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുകയില്ല. നമുക്കൊരു വചനം ഒന്നും കിട്ടത്തില്ലായിരിക്കും. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മളോട് കൂടെ ഉള്ളൂ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എപ്പോഴും കർത്താവ് ഈ ശോധനാവേളകളിലും എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്താണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ വേളകളിൽ കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് പോകുകയില്ല എന്ന് ഇയ്യോബിൻ്റെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവസാനമായി കാണുമ്പോൾ യഹോവയായ ദൈവത്തിന് ഈ കൂട്ടുകാരോട് കോപം ജ്വലിച്ചു. 42-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണുമ്പോൾ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായിട്ടുള്ള സംസാരിച്ചില്ല, അതുകൊണ്ട് ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നവിടെ പറയുന്നു. ഇയ്യോബ് ഈ കഷ്ടത ശോധനാ വേളകളിൽ ഇയ്യോബ് ദൈവത്തിനെതിരായിട്ട് പരാതികളൊക്കെ പറഞ്ഞെങ്കിലും ദൈവത്തിനെതിരായിട്ട് ഒരു വാക്കുപോലും യോബ് അവിടെ പറഞ്ഞില്ല. അതിന് പകരമായി യോബ് പ്രാർത്ഥിക്കുകയും കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ആണ് യോബ് ചെയ്തത്. ദൈവത്തെ യോബ് തള്ളിപ്പറഞ്ഞില്ല, ദൈവത്തോട് യോബ് കോപിച്ചില്ല. പരാതികൾ പറഞ്ഞു, പക്ഷെ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, ദൈവത്തോട് കോപിച്ചില്ല. യോബ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദേഹസഹിതനായി എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ദൈവത്തെ കാണും, എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും, ഞാൻ ദേഹസഹിതനായി തന്നെ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്ന് യോബ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ നാളുകളിൽ വിവിധമായ പരിശോധനകളിൽ കൂടിയൊക്കെ കടന്നു വരേണ്ടതായിട്ട് വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അങ്ങനെ കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ കർത്താവിൽ നമ്മളെ നോക്കുന്നത് നമ്മൾ യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്നാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ, നമ്മൾ ആ ശോധന കഴിയുമ്പോൾ യോബിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം സകലതും നന്മയ്ക്കായിട്ട് ചെയ്യും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ദൈവം നമുക്കെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുകയും ആ ശോധനാ വേളകളിൽ യോബിനോട് കൂടെയിരുന്ന ദൈവം നമ്മളോട് കൂടെ ഇരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ആ ശോധനാ വേളകളിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് നമ്മളൊരാശ്വാസമായി തീരും. യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മളും ഇതൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മളും ഫോളോ ചെയ്യുന്നത് പോലെ നമ്മളും മറ്റുള്ളവർക്ക് ഒരാശ്വാസകരമായി തീരും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവമേ ഇതുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകത്തിൽ നമുക്കതിനുള്ള മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാളിൽ അതുകൊണ്ട് കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ദൈവം കടത്തിക്കൊണ്ടുപോകുന്ന പാതകളിൽ അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവനെ തള്ളിപ്പറയാതെ കൂടുതലായ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ദാസനായ യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ കർത്താവെ കഠിന ശോധനകളിൽ കൂടി യോബ് കടന്നുപോയപ്പോൾ എങ്ങനെയാണ് ആ ദൈവദാസനും പ്രതികരിച്ചതെന്ന് ഞങ്ങൾ കണ്ടുവല്ലോ. കർത്താവെ, എല്ലാവരും അവനെ തള്ളിക്കടഞ്ഞിട്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി സങ്കടപ്പെട്ട് പരാതി പറഞ്ഞെങ്കിലും കർത്താവിനെതിരായി സംസാരിക്കുകയോ അങ്ങയെ തള്ളിപ്പറയുകയോ ചെയ്യാതെ ആ ശോധനയെ ജയിച്ചവനായി പുറത്തു വന്നതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് ജീവിതമായ ശോധനകളിൽ കൂടെ പോകുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി അങ്ങയിലുള്ള ആശ്രയം വിട്ടുപോകാതെ അങ്ങയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടി അടിയങ്ങളെ ഓരോരുത്തരെയും തിരുവൻഭാഗം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.